ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോ ദേ ഇവിടെ തുടങ്ങിയാണ്. പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വ്ളോഗാണ്. രാവിലെ ഒരു എത്ര മണിയായിട്ടാ 7:45 കേട്ടോ. അപ്പോൾ ഇന്ന് സാറ്റർഡേ ആണ്, ക്രാങ്കൊന്നും സ്കൂളില്ല. അപ്പോൾ രാവിലെ തുടങ്ങാന്ന് വെച്ചാൽ ഇപ്പോൾ കടയിലാണ്. അതെ, കടയിലൊക്കെ വെള്ളത്തിലിട്ടുണ്ട്, ഒന്നും ചെയ്തിട്ടില്ല. നമ്മളെ സഹായത്തിന് ഉള്ള ആൾ വരാൻ പോകുന്നതുള്ളൂ. അപ്പോൾ അതിന് പകരം നമ്മളെ ഫവാസാണ് സഹായിക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് എൻ്റെ സംസാര ശൈലിയിൽ മാറ്റങ്ങൾ വരും. കാരണം ഒന്ന്, സംസാര ശൈലി എന്ന് പറഞ്ഞാൽ സംസാര രീതി എന്തോ. ഒന്നാമതോ ഞാൻ തൃശ്ശൂർകാരിയാണ്, പക്ഷെ ഇപ്പോൾ താമസിക്കുന്നത് കാസർഗോഡാണ്. കാസർഗോഡും അല്ല, കാസർഗോഡും കർണാടകത്തിൻ്റെ ഇടയിലുള്ളൊരു സ്ഥലത്താണ്. അപ്പോൾ അതിൻ്റെ പേരിൽ എനിക്ക് ആ ഒരു സ്ലാങ് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും. അതെനിക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ പകുതി അവിടുത്തതും പകുതി ഇവിടുത്തതൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതാണ് എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം വരാൻ പോണത്. അപ്പോൾ അതൊക്കെ ഞാൻ നേരത്തെ പറയുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഇത് ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. ഫസ്റ്റ് പാവാസത്തെ ചന്ദനത്തിരിയൊക്കെ കത്തിച്ചിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചാനലിൽ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തടിയുള്ളവരുടെ ജീവിത രീതികളാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിത രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കളിയാക്കുന്നുണ്ടല്ലോ, ഒരുപാട് ഭക്ഷണം കഴിക്കും, ഒരുപാട് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും. അപ്പോൾ അതൊന്നുമല്ല, നമ്മൾ സാധാരണ രീതി തന്നെയാണ് ജീവിച്ചു പോകുന്നത്. ഇതിലൊന്നും വ്യത്യാസമൊന്നുമില്ല. പക്ഷെ തടി വെക്കുന്ന എന്ത് ചെയ്യാനും നമുക്ക് നോക്കാം, ഹെൽത്തി ആയിട്ടൊന്ന് കുറക്കാനൊക്കെ നോക്കാം. പെട്ടെന്നൊന്നുള്ള കുറവൊന്നും ഉണ്ടാവില്ല, പെട്ടെന്നൊന്നും കുറക്കാനും പറ്റില്ല. കിടാങ്ങളെ കൊണ്ട് നമുക്ക് ചെയ്ത് നോക്കിക്കണം. അപ്പോൾ ആ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് എനിക്ക് വീഡിയോ ഒക്കെ ഇടാനൊക്കെ ഉള്ള ഇൻട്രസ്റ്റ് വരുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ലൈക്കും ചെയ്യണം. അപ്പോൾ വീഡിയോയിലൊക്കെ കുറച്ച് ആദ്യമൊക്കെ ഒരു ലാഗായിരിക്കും, പിന്നെ ശരിയാവും. എല്ലാവരും അങ്ങനെയല്ലേ. എനിക്ക് വീഡിയോ തുടങ്ങാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. എന്തായാലും മുന്നോട്ട് പോയേ പറ്റുള്ളൂ. അപ്പോൾ നമ്മളെ കട ഇതാണ്, ഇത്രയാണ്. നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ കടയിൽ സഹായത്തിനുള്ള ആൾ വരുമ്പോൾ ഒരു 8-8:30 ആവും കേട്ടോ. കുറച്ച് ദൂരത്തു നിന്നാണ് വരുന്നത്. അപ്പോൾ ഇന്ന് ഫവാസിന് മദ്രസയിൽ, ഇന്ന് മുത്തല്യം ഡേ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ മദ്രസയില്ല. അപ്പോൾ അത് എനിക്ക് ഫവാസിന് മദ്രസ ഇല്ലാത്ത ദിവസം, സ്കൂളില്ലാത്ത ദിവസമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്തായാലും എനിക്കൊരു ഹെൽപ്പായിട്ട് നിൽക്കും. ഇപ്പോൾ ഒരു ചെറിയ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞേക്കണ കാരണം എനിക്ക് അധികം ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ റെസ്റ്റിലാണ്. 3 മാസത്തോളം റെസ്റ്റ് വേണമെന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ ഞാൻ റെസ്റ്റ് ഒന്നും എടുത്തിട്ടില്ല. റെസ്റ്റ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ എടുക്കണം. പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം അതല്ല. അതുകൊണ്ട് തന്നെ റെസ്റ്റൊന്നും എടുക്കാനുള്ള ഒരു ഇതില്ല കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ അവനോട് പറഞ്ഞ് നമ്മൾ ഹെൽത്തി ആയിട്ട് തുടങ്ങണമല്ലോ. ഇവന് വെള്ളം കുടിക്കാൻ ഭയങ്കര ദേഷ്യമാണ് കേട്ടോ, വെള്ളം കുടിക്കൂല. അപ്പോൾ അവന് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല വെയിറ്റ് വെച്ചിട്ടുണ്ട്. വെയിറ്റ് ഞാൻ പറയണില്ല, അവന് ഇഷ്ടപ്പെടില്ല. അപ്പോൾ അവന് അത്യാവശ്യം കളറുള്ള കൂട്ടത്തിലാണ്. പക്ഷേ അവന് ഈ കഴുത്തിൻ്റെ സൈഡൊക്കെ ഭയങ്കരമായിട്ട് കറുത്തിട്ട് വരുന്നു. അപ്പോൾ ഞാൻ പറയും തേച്ചൊരച്ച് കുളിക്കാൻ. പക്ഷെ അതൊന്നുമല്ല, ഇങ്ങനെ ഈ തടി വെക്കുന്നതിൻ്റെ ഒരു ആദ്യം വരുന്ന ഒരു ലക്ഷണമാണ് ഈ കഴുത്തിന് ചുറ്റുമുള്ള കറുപ്പ് അങ്ങനത്തത്. അപ്പോൾ വെള്ളം കുടിക്കണ ഒരു അവസ്ഥയാണ് ഈ കാണുന്നത്. മൂക്കൊക്കെ പൊത്തിയിട്ട് എന്തോ ഞാൻ കയ്പുള്ള എന്തോ കൊടുത്ത പോലെയാണ് അവനാക്കണത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വെള്ളം കുടിച്ചെന്ന് വരുത്തി. ഞാൻ അപ്പോഴത്തേനും ഇപ്പുറത്തോട്ട് വന്നു. അപ്പോൾ അവനത് കുടിച്ചെന്ന് വരുത്തി. പക്ഷെ അവൻ കുടിച്ചിട്ടുണ്ടായില്ല കേട്ടോ. അപ്പോൾ രാവിലെ നമ്മളുടെ വീടിൻ്റെ മുന്നിൽ ഒരു മനുഷ്യന്മാർ പോലും ഇല്ല. അപ്പോൾ അവന് ഞാൻ കൊടുത്തതിന് ശേഷം ഞാനും വെള്ളം കുടിക്കാൻ വെച്ചു. അപ്പോൾ ഞാൻ സുബൈക്ക് വെള്ളം കുടിക്കാറുണ്ട്, പക്ഷെ ഇന്നെന്തോ എനിക്ക് കുടിക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും വെള്ളമൊക്കെ കുടിക്കുക. അവനോട് കുടിക്കാൻ പറഞ്ഞ സ്ഥിതിക്ക് ഞാനും കുടിച്ച്. ആദ്യം ഉമ്മമാർ കാട്ടി കൊടുക്കണതല്ലേ മക്കൾ കണ്ട് ശീലിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇരുന്ന് വെള്ളം കുടിക്കുകയാണ് കേട്ടോ. എനിക്ക് വെള്ളം കുടിക്കുന്നതിനൊന്നും കുഴപ്പമില്ല. ഞാൻ അത്യാവശ്യം ഒരു 3-4 കൊല്ലം മുമ്പ് അത്യാവശ്യം നല്ല രീതിയിലൊക്കെ തടിയൊക്കെ കുറച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് വെള്ളമൊക്കെ കുടിച്ച് എനിക്കൊരു ശീലമുണ്ട്. കാലത്ത് രാവിലെ വെറും വയറ്റിൽ 3 ഗ്ലാസ് വെള്ളമൊക്കെ ഞാൻ കുടിക്കാറുണ്ട്. പക്ഷെ ഇപ്പം ഇടയ്ക്കൊക്കെ കുടിക്കും, ഇടയ്ക്കൊക്കെ കുടിക്കാതിരിക്കും. ചിലപ്പോൾ ഞാൻ വെള്ളമേ കുടിക്കില്ല. കാരണം രാവിലെ കടയിലേക്ക് എണീറ്റ് വരുന്ന കാരണം
എനിക്ക് രാവിലെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ടോയ്ലറ്റിൽ പോകണം, അങ്ങനത്തെ ഒരു പ്രശ്നം വരും. അപ്പോൾ കടയിൽ ആൾ വന്നതിന് ശേഷമാണ് ഞാൻ രാവിലത്തെ വെള്ളമൊക്കെ കുടിക്കുക. രാവിലെ വെള്ളം അങ്ങനെ നമ്മൾ എണീറ്റ വശം തന്നെ വെള്ളം കുടിക്കണമെന്നാണ് പറയുക. പക്ഷേ ഇങ്ങനത്തെ ഒരു പ്രശ്നം കാരണം ഉണ്ടാകും. അപ്പോഴത്തേക്കും നമ്മുടെ പാലൊക്കെ നല്ലോണം തിളച്ച് വന്ന് പാലൊക്കെ എടുത്ത് വെച്ച് പിന്നെ അതിന് ശേഷം കടല ആണ് കേട്ടോ ഇന്ന് കടലക്കറീന് ഉണ്ടാക്കുന്നത്. അതെ ഈച്ച ഈ മഴ പെയ്തേ പിന്നെ ഭയങ്കര ഈച്ചയുടെ ശല്യമാണ് കേട്ടോ. അപ്പോൾ ഈച്ച പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു പശ ഒട്ടുന്ന ഒരു സാധനമാണ്. അത് ഈച്ച വന്നിരിക്കും, അതിൽ തന്നെ അലിഞ്ഞു പോകുന്നൊരു ടൈപ്പാണ്. അപ്പോൾ അതേ കടലക്കറിയാണ് കേട്ടോ രാവിലത്തെ. കുറച്ച് ഇതാണ്, നമുക്ക് രാവിലെ അത്ര തിരക്കുണ്ടാവില്ല, പക്ഷെ ഉച്ചക്കാണ് നമുക്ക് ഊണിൻ്റെ ടൈമിലുണ്ട് ആളുകളുടെ വരവ്. അപ്പോൾ നമ്മളെ കടയിൽ കഞ്ഞി, ചോറ്, അതുപോലെ ബിരിയാണി, നെയ്ച്ചോറ് അങ്ങനെയൊക്കെ ഉണ്ട്. പല പല മെനു ഉണ്ടാവുക കേട്ടോ. ഫ്രൈഡേ ബിരിയാണിയാണ്, പിന്നെ കഞ്ഞി, അതുപോലെ ചോറ്, അതുപോലെ തന്നെ നെയ്ച്ചോറ്, ചിക്കൻ കറി അങ്ങനെയൊക്കെയാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ ഈയിടെയായിട്ട് നമുക്ക് കച്ചവടമൊക്കെ ഭയങ്കര കുറവാണ്. ഒന്നാമത് ഗ്യാസ് കിട്ടാനില്ല, കുറേയൊന്നും ഐറ്റംസ് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ആളുകൾ ചോദിച്ച് വരുന്നത് ചില സമയത്ത് നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ ആയിട്ടുണ്ടാവണം, കച്ചവടം കുറവാണ്. ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് വളരെയേറെ ബാധിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ചെറിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞിരുന്നു. ആ ഓപ്പറേഷൻ കഴിഞ്ഞോടുകൂടി എൻ്റെ കച്ചവടം എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. വളരെ ആഗ്രഹിച്ചൊക്കെ തുടങ്ങിയ കടയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറയണത് നിനക്ക് പറ്റൂലെങ്കിൽ നിർത്തിക്കുമെന്ന്. പക്ഷേ എനിക്കത് അങ്ങനെ ഇട്ടെറിഞ്ഞ് പോകാൻ സാധിക്കില്ല. എന്നെ ഒരുപാട് ആഗ്രഹത്തോടു കൂടിയും ഒരുപാട് സ്വപ്നങ്ങളോടു കൂടിയൊക്കെ തുറന്നതാണ്. അപ്പോൾ നമ്മൾ പരമാവധി മുന്നോട്ട് പോകാൻ അല്ലേ ശ്രമിക്കുക. നമ്മളെ സ്വപ്നങ്ങളൊന്നും നമ്മൾ പാതി വഴിയിൽ ഉപേക്ഷിക്കൂലല്ലോ. അവരുടെ കാലത്ത് ഇവിടങ്ങളിലൊക്കെ നമ്മൾ കലത്തപ്പമാണ് ഉണ്ടാക്കുക. കലത്തപ്പത്തിന് പച്ചരിയൊക്കെ കുതിർത്തിടും. അപ്പോൾ മലബാർ സൈഡിലൊക്കെ മധുര കലത്തപ്പമാണ് ഉണ്ടാക്കുക അല്ലേ. ഇങ്ങോട്ട് കർണാടകയൊക്കെ ആണെങ്കിൽ മധുര കലത്തപ്പല്ല കേട്ടോ. ഇതുപോലെ പച്ചരി, ചോറ്, തേങ്ങയൊക്കെ ഇട്ടിട്ട് ഒരു കലത്തപ്പം. അത് അത്യാവശ്യം ആളുകൾക്ക് വയറ് ഫില്ലാന്ന്. കാരണം നമുക്കിവിടെ ഉള്ളത് കൂടുതലും പണിക്കാരാണ് വരിക. അപ്പോൾ അവർക്ക് വയറ് നിറഞ്ഞിരിക്കണം. എന്തെങ്കിലും 2 കഷ്ണം കലത്തപ്പം എന്തെങ്കിലും ഒരു കറിയും കഴിച്ച് കഴിഞ്ഞാൽ അവർക്കതൊരു ഉച്ചവരെ വയറ് ഫുള്ളായിട്ടിരിക്കും. പിന്നെ പൊറോട്ട കാര്യങ്ങളൊക്കെ ഉഴുന്ന് ദോശയൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ പുളിദോശ, അതൊന്നും ആളുകൾ പരമാവധി കഴിക്കാറില്ല. അതൊക്കെ വയറ് ഗ്യാസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഞാൻ വേഗം കരഞ്ഞു പോകണമെങ്കിൽ അതൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ പണിക്കാരൊക്കെ വരുന്ന ടൈം ഒരു 10-10:30 ആവുകയാണ്. നമ്മളൊരു ടൗൺ പ്രദേശമൊന്നുമല്ല, ഒരിത്തിരി ഉൾപ്രദേശത്താണ്, പക്ഷെ റോഡ് സൈഡൊക്കെയാണ് കേട്ടോ. എനിക്കിപ്പോൾ ഈ കച്ചവടം കുറഞ്ഞതിലൊന്നും അത്ര വലിയ ടെൻഷനൊന്നുമില്ല. കാരണം എനിക്ക് വലിയ രീതിയിൽ കച്ചവടം നടത്തി കഴിഞ്ഞാൽ അതിനുള്ള ആരോഗ്യസ്ഥിതി എനിക്കിപ്പോൾ ഇല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അതിലൊരു പ്രശ്നമായിട്ട് തോന്നാറില്ല. എന്നെക്കൊണ്ടാവുന്ന തരത്തിൽ എനിക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ അത്രയേ ഉള്ളൂ. എൻ്റെ ഒരു ട്രൈപോഡ് ഉണ്ടായിരുന്നു, ആ ട്രൈപോഡ് ഇപ്പോൾ കാണുന്നില്ല. അപ്പോൾ ഫോൺ എവിടെ വെച്ചാലും അപ്പം നിലത്തോട്ട് വീഴും. ഒരു ട്രൈപോഡ് വാങ്ങിക്കണം. റിംഗ് ലൈറ്റൊക്കെ ഉണ്ട്, പക്ഷേ ട്രൈപോഡില്ല. അപ്പോൾ പേടിച്ചിട്ടാണ് ഫോൺ നിലത്തേക്ക് വീഴും. ആദ്യമൊന്നും ആൾക്കാരെ അഭിമുഖീകരിക്കാൻ എനിക്ക് ഭയങ്കര നാണക്കേടായിരുന്നു, തടിയെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു കൃഷ്ണപ്രിയ എന്ന് പറഞ്ഞിട്ടൊരു പെൺകുട്ടിയുടെ റീല് കാണാറുണ്ട് കേട്ടോ. അത്യാവശ്യം തടിയുള്ള പ്രകൃതമാണ്. ആ പെൺകുട്ടി എത്ര കോൺഫിഡൻസോട് കൂടിയാണ് അവർ ആ റീൽസൊക്കെ ചെയ്യുന്നത്. അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു മോട്ടിവേഷൻ തന്നെയാണ് കേട്ടോ. അങ്ങനെയൊക്കെ ഉള്ള പെൺകുട്ടികൾ മുന്നോട്ട് തന്നെ വരണം. നമുക്ക് തടിയുള്ളവർക്കൊക്കെ ഒരു പ്രചോദനം തന്നെയാണ്. എനിക്ക് എൻ്റെ ശരീരം കാണുമ്പോൾ മറ്റുള്ളവർക്ക് എന്ത് തോന്നും, അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്തയാണ് കേട്ടോ. എന്നെ കാണുന്നവരെല്ലാവരും പറയും, ഓ എന്തൊരു തടി കുറക്ക്. പക്ഷേ എനിക്ക് എൻ്റെ തടി കൊണ്ട് ഇതുവരെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. പക്ഷെ ആളുകൾ പറഞ്ഞ് എനിക്ക് തന്നെ മനസ്സിലൊരു സംശയമാണ്. എനിക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോൾ എൻ്റെ തടി കൊണ്ടാണ് എനിക്ക് അസുഖം വന്നേക്കുന്നത്. പിന്നെ ഒരു പ്രത്യേകതയായിട്ടെന്ന് പറഞ്ഞാൽ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ, അതൊക്കെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഇപ്പം ഞാൻ പോകുന്ന ഒരു അവസ്ഥയിലൂടെ എൻ്റെ മക്കൾ പോകരുതെന്ന് ചിന്തിച്ചിട്ടാണ് കേട്ടോ കൂടുതലും ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ട് വന്നേക്കണത്.
കാരണം തടി നമുക്ക് ഒരു പ്രശ്നമല്ല. മറ്റുള്ളവരെ മുന്നിൽ ഏറ്റവും എല്ലാവരെ പോലെ തന്നെ നല്ല കോൺഫിഡൻസോടു കൂടി ഇപ്പോൾ ചിലപ്പോൾ അവർക്ക് തടി ഉള്ളതുപോലെ ചിലപ്പോൾ അവർ വലുതായ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാവില്ല. അവരുടെ ജനറേഷൻ അങ്ങനെയാണല്ലോ. അവർ ഈ പണ്ടത്തെ പോലത്തെ ഉള്ള ആൾക്കാരൊന്നുമല്ല. ഇപ്പോൾ നല്ല അത്യാവശ്യം അറിവും വിവരമുള്ള മക്കളാണ് എല്ലാവർക്കും അറിയാം എങ്ങനെ അവരുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യണമെന്നും അല്ലെങ്കിൽ നല്ല ഡയറ്റ് പ്ലാനും കാര്യങ്ങളൊക്കെ അറിയും. ഇപ്പോൾ അവർ കൊച്ചുമക്കളല്ലേ. എൻ്റെ ഫാസിന് ആരെങ്കിലും തടീനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യം വരും കേട്ടോ. ഞാനും അവനെ പറ്റിയിട്ട് ഇടയ്ക്ക് കളിയാക്കും. എന്തടാ ബഡച്ച എന്നൊക്കെ പറയും. ഇവിടങ്ങളിൽ അങ്ങനെയാണ് തടിയന്മാരെ ബഡച്ചാന്ന്, ബഡച്ച അങ്ങനെയൊക്കെയാണ് പറയട്ടെ. അപ്പോൾ അത് കേൾക്കുമ്പോൾ അവൻ്റെ മുഖമൊക്കെ ഇങ്ങോട്ട് ചുമക്കും. എന്നാലും വെറുതെ പറയും. ഇച്ചുനാ വന്ന് തിരിച്ചു പറയും. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എടിപട്ടിച്ച് ഇടപെട്ടച്ച അങ്ങനെയാണ് കേട്ടോ പറയാം. അതൊരു രസം തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് കടയിലൊക്കെ നമ്മുടെ ഹെൽപ്പിന് ആൾ വന്നപ്പോൾ ഞങ്ങൾ കടയിലൊക്കെ പോയിട്ടാണ്. അപ്പം ഞാൻ വണ്ടി ഓടിക്കാനാണിക്കണത്. വണ്ടി ഓടിച്ചിട്ട് പോകുമ്പോൾ ഒട്ടുമിക്ക ആൾക്കാരിങ്ങനെ നോക്കി പോകും. ഫാസയ്ക്കും എല്ലാവരും എന്താണ് നോക്കണത്. ഞാൻ ഒന്നും മിണ്ടില്ല. ഞാൻ മനസ്സിൽ എന്തെങ്കിലും ഇത്ര വലിയ തടിയുള്ള ഒരു പെണ്ണിരുന്ന് വണ്ടി ഓടിച്ചിട്ട് പോകുമ്പോൾ എന്തായാലും ആളുകൾ നോക്കാതിരിക്കുമല്ലേ. അതായിരിക്കണം നോക്കണം. ചിലപ്പോൾ അവർ നോക്കണത് വേറെ എന്തെങ്കിലും ആയിട്ടുണ്ടാവും. പക്ഷെ എൻ്റെ മനസ്സിൽ അങ്ങനെയാണ് കേട്ടോ. എന്നാലും നമുക്ക് വണ്ടി ഓടിക്കാതെ ഒന്നും പറ്റൂലല്ലോ. നമുക്ക് സാധനങ്ങൾ വേണമെങ്കിൽ നമ്മൾ തന്നെ കൊണ്ടുവരണമല്ലേ. അപ്പോൾ അതേ നീർദോശയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ഫവാസിൻ്റെ ഇച്ചുൻ്റെയും ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ കാണിക്കണം എന്ന് വിചാരിച്ച് കള്ളന്മാർ ഞാനറിയാതെ തന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് അവർക്ക് ഇന്ന് പേടിയായി. ഉമ്മ എന്തോടായിട്ട് പ്ലാനൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഇന്ന് ഞങ്ങൾക്ക് തിന്നാനൊന്നും കിട്ടില്ലെന്ന് വെച്ചിട്ട്, അല്ലെങ്കിൽ ഞാൻ എടുത്തു കൊടുക്കേണ്ടത്. ഇന്ന് ഞാൻ നോക്കിയപ്പോൾ വേഗം ആൾക്കാർ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ടാണ്. അത് കഴിഞ്ഞ് ഉച്ചക്ക് ഫവാസ് ഇച്ചും എൻ്റെ കൂടെ ഇരുന്നാണ് ഭക്ഷണം കഴിക്കാറ്. ഇന്ന് ഞാൻ നോക്കിയപ്പോൾ രണ്ടുപേരെയും കാണുന്നില്ല. അങ്ങനെ ഞാൻ അന്വേഷിച്ച് പോയാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ റൂമും കടയും അടുത്തടുത്താണ്. അപ്പോൾ ഞാൻ വന്ന് വാതിൽ മുട്ടി നോക്കിയപ്പോൾ പതുക്കെ വാതിൽ തുറക്കുന്നുണ്ട്. എന്തിട്ടേണ്ടി ചോറ്, എന്ത് കറി, പിന്നെ ഇവിടെ എന്ത് ഹെൽത്തി ഫുഡ്. പിന്നെ അതിൻ്റെ അടിയിൽ എന്തിട്ടുണ്ട്? പിന്നെ ഇതെന്ത്? ഇതെന്ത്? പ്രസവമില്ല. ഓ കറക്റ്റ് പറഞ്ഞു. അപ്പോൾ അവർ എന്നെ കാണാണ്ട് പോയിട്ട് ചോറൊക്കെ തിന്നായിരുന്നു കേട്ടോ. എന്തായാലും അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ കഴിക്കട്ടെ അല്ലേ. നമുക്ക് പതുക്കെയൊക്കെ അവരെ ഫുഡിലൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളെ വീട്ടിലതേ പൂച്ച പ്രസവിച്ചതാണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി അനിയത്തിയാണ് കേട്ടോ. എത്ര കെയറിങ് ആണ് നോക്കിയേ ആ കുഞ്ഞിനെ നക്കിയിട്ടൊക്കെ കൊടുക്കണത്. പക്ഷേ ഇത് അപ്പം തന്നെ അതിൻ്റെ സ്വഭാവം മാറിയതൊക്കെ കടിച്ച് പിടിച്ച് വലിച്ചെടുക്കണം കേട്ടോ. 6 കുഞ്ഞിനെ പ്രസവിച്ച്, പക്ഷെ 5 പ്രസവത്തോടുകൂടി മരിച്ചിട്ട് പോയിട്ടാണ്. അപ്പോൾ ഒരു കുഞ്ഞ് മാത്രം ബാക്കിയുള്ളൂ. അതിനാണെങ്കിൽ ഈ പൂച്ചക്ക് പേടിയാണ്. പ്രസവിച്ച സ്ഥലത്ത് കിടത്താൻ ഭയങ്കര പേടിയാണ്. അത് ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവന്നിട്ട് നമ്മളടുത്ത് കൊണ്ട് കിടത്തൂട്ടാ. കിടത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റത്തെ കുഞ്ഞാണിത്. അത് വന്നിട്ട് ഇതിനെ ഭയങ്കരമായിട്ട് കളിക്കുന്നതായിരിക്കും. പക്ഷേ എനിക്കറിയില്ല ഇതെവിടം വരെ ചെന്ന് എത്തുമെന്നുള്ളത്. അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. ഇപ്പോൾ നമുക്ക് ആകെ 4 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളൂ. ഞങ്ങളുടെ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ പോട്ടെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്കൊന്നും ഇതിലൊന്നും വരാനില്ല. പക്ഷേ നിങ്ങൾക്ക് ഞങ്ങൾ തുടർന്ന് നല്ല നല്ല വീഡിയോസ് ഇടുന്നതായിരിക്കും ഞങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ച്. ഇത് ഞങ്ങളുടെ ഒരു തുടക്കത്തിലുള്ളൊരു വീഡിയോ ആണ്. പക്ഷേ കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച് അറിയുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാം, ഓ അന്ന് ഞങ്ങൾ ഈ കണ്ട ചാനലല്ലേ ഇത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തായാലും പരമാവധി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം.
അപ്പം നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ? ഇന്നത്തെ ചെറിയ വിശേഷമാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബൈ. എവിടെയുണ്ട് റമീസിൻ്റെ ചായ? നോക്കട്ടെ റമീസ്, നോക്കട്ടെ റമീസ് പൂച്ച നോക്കട്ടെ. എനിക്ക് റമീസിൻ്റെ മുഖച്ചായ ഉണ്ടോ നോക്കട്ടെ. റമീസ് ചന്തല്ലേ? ഇതും ചന്ത. കണ്ണാടി പിടിക്കാലോ. മരത്തിരുന്നിട്ട്